ഒരു സെമി ഡ്രീം ലൈക്ക് അല്ലെ ഒരു ഫീലൊക്കെ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അവസാനം ഹാപ്പി എൻഡിങ്, നോ കംപ്ലൈൻസ്. സുധീഷ് ചേട്ടാ. അരുണിന് നല്ല ഭാവിയുണ്ട്, നടനായിട്ട്, ആക്ടറായിട്ട്. കാരണം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പാട്ടിന്റെ നമ്മുടെ ആ ഒരു ചില ഏരിയയിലൊക്കെ പാട്ട് നമുക്ക് എവിടേക്കോ നഷ്ടപ്പെട്ടതുപോലെ ഒരു ഫീൽ ചെയ്തു. സുന്ദരനായ ഒരു നടൻ അസലായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ദുലേഖ വന്നുകൊണ്ടാണോ കൂടുതലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്? അതായിരിക്കും അല്ലേ? പിന്നെ റിയാക്ഷൻ ആണല്ലോ നമ്മുടെ ആക്ഷന്റെ ഒരു പ്രധാന കാരണം. അപ്പൊ അതൊന്നും അറിയാതെ എങ്ങനെ ആ ഒരു പ്രേമിച്ച് അങ്ങ് ഫീൽ ചെയ്ത് ചില സ്ഥലത്തൊക്കെ അങ്ങനെ അങ്ങോട്ട് ഒഴുകിപ്പോയി. കരച്ചിൽ വന്നോ സംശയമുണ്ട് ചില സ്ഥലത്തൊക്കെ, ഇല്ലേ? ഈ വോയിസ് നല്ല പരിചയം, എവിടെയോ കേട്ട് നല്ലൊരു വോയിസ്, നല്ല കേട്ട് പരിചയമുള്ള ശബ്ദം പോലെ ഉണ്ട്. ആരതാണെന്നറിയോ? ഇല്ല, എനിക്ക് പറഞ്ഞൂടാ, അവിടെ ചോദിച്ചേ. ഇഷ്ടപ്പെട്ട ഗായകനാരാ? കുറെ പേരുണ്ട്. അല്ല, ഒരു വേറെ കാര്യമുണ്ട്. പിന്നെ ശ്രീയേട്ടൻ ഉള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ അതിന് മറുപടി പറയാൻ വിഷമിക്കൊന്നും വേണ്ട. ഇല്ല. ആണാ? അപ്പൊ ഞാൻ പറയുമല്ലോ. അപ്പൊ എന്നോട് ഇഷ്ടപ്പെട്ട ഗായകൻ ആരാന്ന് ചോദിച്ചേ? ചോദിക്കൂ. ഇഷ്ടപ്പെട്ട ഗായകനാരാ? MG ശ്രീകുമാർ. എന്താ സംശയം? ഞാൻ കഴിഞ്ഞ തവണ അങ്ങനെ മാറ്റി പറയുന്ന പരിപാടി ഒന്നുമില്ല. കഴിഞ്ഞ തവണ ഐഡിയ സ്റ്റാർ സിംഗർ വന്നപ്പോ എന്നോട് ചോദിച്ചു ഇഷ്ടപ്പെട്ട ഗായകൻ ആരെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലോ വേണുഗോപാല എന്ന് പറഞ്ഞല്ലോ. എന്താ വെച്ചാൽ നമ്മൾ ഒരാൾ ഇരിക്കുമ്പോ വേറൊരാളെ പറ്റി ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. നമ്മളെ കൂടെ നമ്മള് ഈ പ്രോഗ്രാം കഴിയുന്നവരെ പിടിച്ചിരിക്കട്ടെ ഇവിടെ. എന്താണെങ്കിലും അസലായിട്ട് പാടിയത് ഈ പറഞ്ഞ പോലെ അതിന് കുറെ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കേട്ടു. അപ്പം വഴിയെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കേട്ടോളും. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഓൾറൗണ്ട് പെർഫോമൻസ്. താങ്ക് യു ചേട്ടാ. ശ്രീയേട്ടാ. രണ്ടുപേരും നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. വെരി ഗുഡ്, നല്ല ഭംഗിയായിരുന്നു കാണാൻ. വിഷ്വൽ ബ്യൂട്ടി ഗംഭീരമായിരുന്നു. പാടിയത് മിസ്റ്റേക്സ് മനസ്സിലായില്ല. ശ്രുതിയാണ് മെയിൻ. പിന്നെ അനുപല്ലി തുടങ്ങിയത് ഒന്ന് ചാടിപ്പോയില്ല. അതെങ്ങനെയാ തുടങ്ങുന്നത്? ഒരു കാറ്റു നീന്തി ഒന്നത്. പിന്നെ കുളിർ കഴിഞ്ഞിട്ട് എനിക്ക് അക്ഷരം മനസ്സിലാവുന്നില്ല. നിങ്ങൾ എല്ലാവരും ഈ അക്ഷരം വിഴുങ്ങുകയാണ്. എന്താണെന്ന് മനസ്സിലാവും. അക്ഷരസ്ഫുടത വേണം മലയാളത്തിന്. അത് നോർത്ത് ഇന്ത്യൻസ് വന്നിട്ട് നമ്മളിവിടെ പാടുമ്പോഴത്തേക്ക് ഇപ്പം ഉദിത് നാരായണനോ അവർക്ക് എക്സ്ക്യൂസ് ഉണ്ട്. ദേ ഹാവ് എക്സ്ക്യൂസ്. അവർക്ക് മലയാളം അറിഞ്ഞൂടാതെ പാടുമ്പോഴത്തേക്ക് അവര് യേശു എന്നുള്ളതിന് യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മലയാളികൾ വളരെ വിശാല ഹാർട്ടുള്ളവരാണ്. നമ്മൾ ഓക്കെ എന്ന് പറയും. പക്ഷെ നമ്മൾ ഇവിടുന്ന് അവിടെ പോയിട്ട് ഒരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ അവര് നമ്മളെ ഉറിവോരിഞ്ഞോട്ട് പറഞ്ഞു വിടും. അനുഭവസ്ഥനാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഹിന്ദിയിലൊക്കെ പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അക്ഷരസ്ഫുടത വരുത്തണം. എന്താണ് ആ കുളിർ കഴിഞ്ഞിട്ടുള്ള സംഭവം? പല വഴി മരങ്ങളായി ഞാൻ കുളിരുന്ന കേട്ട് അതാണ്. എല്ലാം കൂടെ ചതച്ച് പാടിക്കളഞ്ഞു, ചതച്ച് ചമ്മന്തിയായി കളഞ്ഞു. ഇവരെ ബ്രാഹ്മണല്ലേ? പൂജയൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ട്. പൂജ ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്? അല്ല, എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഈ വെള്ളമൊക്കെ ഒഴിക്കാനൊക്കെ എന്താണ്? ഞങ്ങൾ കിണ്ടി ഉപയോഗിക്കാറില്ല. കിണ്ടി ഞങ്ങൾ ഉപയോഗിക്കാറില്ല. കിണ്ടി ഉപയോഗിക്കാറില്ല. ചരുവാണോ ഉപയോഗിക്കുന്നത്? വെരി ഗുഡ് മോനെ, വെരി ഗുഡ്, നന്നായിട്ട്. അതെന്താ ഇവിടെ റിയാക്ഷൻ വരുന്നത്? അതൊന്നുമല്ല, എന്താണെന്നറിയോ, ഇപ്പം അത് പ്രത്യേകിച്ച് അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം പിന്നെ അവിടെ ബ്രാഹ്മണനായതുകൊണ്ട് ഈ പാട്ടൊക്കെ പാടാൻ വരുന്നതിന് മുമ്പേ യൂസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചെന്നുള്ളൂ. താങ്ക് യു ചേട്ടാ. ശരത് സർ. അരുൺ സാർ, നന്നായിരുന്നു. എക്സ്പ്രഷൻ ഒക്കെ എനിക്ക് ഇഷ്ടമായി. ആ വേനൽ പുഴയിൽ അതൊക്കെ മൂലം ഇങ്ങനെ സ്ലിപ്പായി ഉണ്ടായിരുന്നു ആ സംഗതികളൊക്കെ. എന്തു പറ്റി? പാടിയപ്പം പറ്റിയതാ? പാടാതിരുന്നെങ്കിൽ വരത്തില്ലായിരുന്നല്ലേ? അല്ല, പാടി നോക്കാം. പാടി നോക്ക്. ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ശരത്തിന്റെ ഒരു മാനറിസം. അരുണേ, ആ സ്ഥലം പോയിരുന്നില്ലേ? എന്ത് പറ്റി മോനെ? അറിയില്ല സാർ. എന്ത് പറ്റി പറയൂ മോനെ? എന്ത് പറ്റി? അങ്ങനെ നല്ലൊരു ഭാവിയുണ്ട്. എന്ത് പറ്റാനാ? പറ്റിയത് പറ്റി. പറയൂ മോനെ, എന്ത് പറ്റി?
പാടുമക്കളെ. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ. തെളിനീര് കണ്ടോ? അഴുക്ക് നീരായിട്ടുണ്ട്. എന്തോന്ന് കൈയിട്ട് വാരിയ വെള്ളത്തില് മോനെ ശരിയായിക്കോളും. ആ നെഞ്ചിലാളും ഒക്കെ മോന് പറ്റിയ തെറ്റുകളും അരുൺ തന്നെ മനസ്സിലായിട്ടുണ്ട്. പിന്നെയും വേനൽപ്പുഴ വന്നപ്പോ സ്ലിപ്പായി. പിന്നെ ഒരു കാറ്റിന് പറഞ്ഞ് തുടങ്ങിയാൽ അതിന് മൊത്തം പ്രശ്നം ഉണ്ടായിരുന്നായിരുന്നു. പ്രിയ സ്വപ്ന, പിന്നെ ചരണത്തിൽ തേടും. ആ സംഗതി കുറച്ചും കൂടെ നന്നാക്കണം. മോനൊന്ന് കറക്റ്റായിട്ട് പാടും. ചിരമെൻ തിരക്കൈകൾ നീളും ഹരിതാദ്ര തീരം പല ജന്മമായി മനം തേടും മൃദുനിസ്വനം. കുറച്ചും കൂടെ ശരിയാക്കണം. ഇപ്പൊ ഒരു 65% ആയിട്ടുള്ളൂ കേട്ടോ. ഇത്രത്തോളം സ്ലിപ്പ് വരരുത് കേട്ടോ പാടും. ഇനിയെങ്കിലും കിണ്ടി ഉപയോഗിച്ച് തുടങ്ങും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ചിത്ര ചേച്ചി. ആ കൂടെ നല്ലതായിരുന്നു കേട്ടോ. Thank you, sir. ഡീറ്റെയിൽസ് ഒക്കെ രണ്ടുപേരും പറഞ്ഞു. എനിക്കും തോന്നിയത് കുറച്ച് പിച്ചിങ് അവിടെ ഉണ്ടായിരുന്നു. ഈ മൂകം തേടും ഈ രണ്ട് സ്ഥലത്തെയും സംഗതിക്കൊന്നും ഒരു ക്ലാരിറ്റി പറയായിരുന്നു. ചില സ്ഥലങ്ങളിൽ നല്ല എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ആ പ്രിയ സ്വപ്നമേ വഴിയുന്ന എന്നൊക്കെ വരുന്ന ആ പോർഷൻസിലെ ഫസ്റ്റ് ചരണത്തിലൊക്കെ എനിക്ക് അവിടെയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. മിഡിൽ പല്ലവിയും വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ന എന്നുള്ള വാക്ക് എല്ലാം നായായി പോന്നു. അത് മനഃപൂർവ്വം തന്നെ ആലോചിച്ചപ്പോ നമ്മളിപ്പോ ഭാഷ അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ നാക്ക് പല്ലിന്റെ പുറകിൽ നാക്ക് മുട്ടിച്ചിട്ട് പറയുമ്പോഴേ ആ വാക്ക് അത് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ഈ നീ എന്നുള്ളത്. ബാക്കി എല്ലാ ഭാഷയിലും നീയേ ഉള്ളൂ അധികവും. അപ്പൊ അത് നമ്മൾ പറഞ്ഞ് പഠിക്കണം കേട്ടോ. അതിനെ പ്രത്യേകിച്ച് ഒരുപാട് പാട്ടിൽക്കാരുണ്ട് ആ ഒരു വേർഡ് പ്രശ്നം വരാറുണ്ട്. അത് സൂക്ഷിക്കുക കേട്ടോ. എനിക്കത് ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു ജഡ്ജസ്. ഓൾറൈറ്റ്, മാർക്സിലേക്ക് എടുക്കാം. ഔട്ട് ഓഫ് 10 സുധീഷേട്ടാ. ഔട്ട് ഓഫ് 10, 8. 8 on 10. ചിത്ര ചേച്ചി ഔട്ട് ഓഫ് 30. ഞാൻ 26. 26. ശരത് സർ 24 മോനെ. 24. ശ്രീയേട്ട 25. 25. Total marks 75 plus 8, 83. 83 മാർക്സ് ആണ് അരുണിന്റെയും എന്തുടെയും ഈ പ്രേമഗാനം റൗണ്ടിൽ ജഡ്ജസ് നൽകിയത്. എല്ലാവരും മറക്കാതെ തീർച്ചയായിട്ടും അരുണ് വോട്ട് ചെയ്യണം. അരുണ് വോട്ട് ചെയ്യേണ്ട ഫോമാറ്റ് ISS space Arun AR